ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫയേഴ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അപ്പോൾ ഫയേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആവശ്യത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഫയേഴ്സ്. അപ്പോൾ ഈ അടുത്ത് ഫയേഴ്സ് അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ കുറച്ച് കാലം മുമ്പ് ഫയേഴ്സിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്രയും കാലം ഫയേഴ്സൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നല്ലതാണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഫയേഴ്സും വലിയ തെറ്റില്ലാത്ത അല്ലെങ്കിൽ ആവശ്യത്തിന് ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഫയേഴ്സും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫയേഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഓവർവ്യൂ തരാം. അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും വെബ് പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ അവരുടെ ആപ്പ് പ്ലാറ്റ്ഫോമും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് രണ്ടും കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഫയേഴ്സ് എടുക്കണോ അതോ ഫയേഴ്സ് സ്കിപ്പ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിക്കും ഇത് ട്രേഡിംഗ് വ്യൂ ആണോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ട്രേഡിംഗ് ആയിട്ട് ഭയങ്കര സിമിലറാണ്. കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സിമിലറാണ് ട്രേഡിംഗ് വ്യൂ ആയിട്ട്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻസ് ആണ്. എക്സിറ്റ് പൊസിഷൻ, ഫണ്ട് ട്രാൻസ്ഫർ, മൈ അക്കൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും. അതുമാതിരി തന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ ആകെ 4 മെനു ഉള്ളൂ. ട്രേഡിംഗ് വ്യൂവിൽ കുറേയും കൂടി കൂടുതലുണ്ടാവും. പിന്നെ അതുമാതിരി ഇവിടെ ഡാഷ്ബോർഡ് സെക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ട്രേഡിംഗ് വ്യൂവിൽ ഇല്ലാത്ത. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ട്രേഡിംഗ് വ്യൂ പോലെ തന്നെ. ചാർട്ട് ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഭയങ്കര സിമിലറാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ ചാർട്ടാണ് അത്. അങ്ങനെ അവർ അതുപോലെ തന്നെ കാണാനും അതുപോലെ തന്നെയാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ട്രേഡിംഗ് വ്യൂ തന്നെയാണെന്നാണ് മിക്കവർക്കും തോന്നുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ ടൈം ഫ്രെയിം ഒക്കെ മാറ്റുന്ന ഏതൊരു ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ മാറ്റുന്നവരെയും സിമിലറാണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇത് മാറ്റാം. അപ്പോൾ ഹോളോ ക്യാൻഡിൽസ്, ഹൈക്കനാഷി ക്യാൻഡിൽസ്, അങ്ങനത്തെ ക്യാൻഡിൽസിലേക്ക് മാറ്റാം. ഇനി ട്രേഡിംഗ് വ്യൂ ആയിട്ട് സിമിലർ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കാരണം ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ വീഡിയോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ. ട്രേഡിംഗ് വ്യൂ അറിയാവുന്നവർ തന്നെയാണ് മിക്കവരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അതിൽ നിന്ന് വിട്ട് എന്താണ് മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പുതിയ സെക്ഷൻ എന്ന് പറയുന്നത് എക്സിറ്റ് ഓൾ ഓപ്പൺ പൊസിഷൻസ് ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ഇൻട്രാഡേ പൊസിഷൻസും അതുമാതിരി തന്നെ നമ്മുടെ സ്വിംഗ് പൊസിഷൻസും എല്ലാ പൊസിഷൻസും ഒന്നിച്ച് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് എക്സിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിൽ ടിക്ക് അല്ലെങ്കിൽ അൺടിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബൈ പൊസിഷൻസ് മാത്രം എക്സിറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് ഇവിടെ നിന്ന് കളയാം. അപ്പോൾ ഷോർട്ട് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ സെൽ ഓർഡറുകളൊന്നും ഇവിടെ എക്സിറ്റ് ആവില്ല. നിങ്ങളുടെ ബൈ ഓർഡർ അല്ലെങ്കിൽ ലോങ് പൊസിഷൻസ് മാത്രമാണ് ഇവിടെ എക്സിറ്റ് ആവുക. അതുമാതിരി തന്നെ ഇവിടെ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ക്യാഷ് മാർക്കറ്റ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, കൊമോഡിറ്റീസ്, കറൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടിക്ക് ഓർ അൺടിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എഫ് ആൻഡോ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ഓൾ പൊസിഷൻ കൊടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പൊസിഷൻസ് എക്സിറ്റ് ആവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ക്യാഷ് മാർക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് മാർക്കറ്റിലുള്ള പൊസിഷൻസ് എക്സിറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ പൊസിഷൻസ് വേണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാം ടിക്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് പൊസിഷൻ അമർത്തി കഴിഞ്ഞാൽ എല്ലാ പൊസിഷൻസും ഒന്നിച്ച് എക്സിറ്റ് ആവും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സെലക്ട് പൊസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് കളയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ എക്സിറ്റ് പൊസിഷൻസ് ടാബ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഫണ്ട് ട്രാൻസ്ഫർ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിലും വിഡ്രോ ചെയ്യണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ സെക്ഷൻ. പിന്നെ ഈ ബാസ്ക്കറ്റ് ഓർഡർ, ഇതൊരു പുതിയ സംഭവമാണ്. അപ്പോൾ ബാസ്ക്കറ്റ് ഓർഡർ ഞാൻ വേറെ അധികം സ്ഥലത്ത് ഉണ്ടല്ലോ, സെറോദയിലുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് എവിഡൻ്റ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് ഓർഡർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബാസ്ക്കറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ ബാസ്ക്കറ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവും. ഇവിടെ ക്രിയേറ്റ് ന്യൂ ബാസ്ക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. അതിന് നമുക്കിവിടെ പേരും ആഡ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിടാം. ഇപ്പോൾ ജോൺ എന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഇടാം. ഇനിയിപ്പോൾ അതാണ് എൻ്റെ ബാസ്ക്കറ്റിൻ്റെ പേരെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ എന്ന്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതിപ്പോൾ നേക്കഡ് പൊസിഷൻസ് അല്ല നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പൊസിഷൻസ് ഒന്നിച്ചൊരു ഓപ്ഷനിൽ എടുക്കണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു അയൺ കോണ്ടോറോ അല്ലെങ്കിൽ ഒരു ബുൾ കോൾ സ്പ്രെഡോ അങ്ങനത്തെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം പൊസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ ആഡ് ചെയ്യും. ഇപ്പം എനിക്ക് ഒരു നിഫ്റ്റിയിൽ ഒരു 15,000 കോൾ ഓപ്ഷൻ മേടിക്കണം എന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് വേണ്ട ക്വാണ്ടിറ്റി, എൻ്റെ ലിമിറ്റ് ഓർഡർ, എനിക്ക് വേണ്ട ലിമിറ്റ് പ്രൈസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ട് ആഡ് കൊടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ അത് ആഡായി. ഇനി എനിക്ക് അടുത്തത് എനിക്ക് നിഫ്റ്റിയിൽ ഒരു 14,000
പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ എന്താ ബൈ മാറ്റി സെല്ലാക്കി. അതുമാതിരി കോൾ ഓപ്ഷൻ, ബ്രാക്കറ്റ് ഓർഡർ വേണോ, കവർ ഓർഡർ വേണോ, അങ്ങനത്തെ, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് ഓർഡർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് കൊടുത്തു. അപ്പോൾ ആ 2 ഓർഡറുകൾ ഫില്ലായി. ഇനി ഞാൻ ഒന്നിച്ച് ഈ ബാസ്ക്കറ്റ് ഓർഡർ എടുത്തിട്ട് ഈ പ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ചാൽ ഈ 2 ഓർഡറും ഒന്നിച്ച് എക്സിക്യൂട്ട് ആവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കണം. എന്നാൽ നേക്കഡായിട്ട് എടുക്കണ്ട, നമുക്ക് ഹെഡ്ജ് ചെയ്യാനായിട്ട് അപ്പുറത്തെ ഒരു പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന പോയിന്റിൽ അടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ട്രേഡ് എൻ്റർ ചെയ്യുന്നതിന് പകരം നമുക്കത് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് എടുക്കേണ്ട ഇൻസ്റ്റന്റിൽ തന്നെ നമുക്ക് പ്ലേസ് ചെയ്ത ഈ 2 ഓർഡറും ഒന്നിച്ച് എക്സിക്യൂട്ട് ആവും. നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാസ്ക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ബാസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ബാസ്ക്കറ്റ് ഇടാം. അങ്ങനെ നിങ്ങൾക്ക് എത്ര ബാസ്ക്കറ്റ് ഓർഡറുകൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ സ്ട്രാറ്റജീസ് അനുസരിച്ച്. അപ്പോൾ നിങ്ങൾ ബുൾ കോൾ സ്പ്രെഡ്, ബെയർ കോൾ സ്പ്രെഡ്, അയോൺ കോണ്ടോർ, അപ്പോൾ ഇങ്ങനത്തെ 3-4 സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഓരോ ബാസ്ക്കറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. അതുമാതിരി തന്നെ മൈ അക്കൗണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സംബന്ധമായ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക. ഇവിടെ ഫണ്ട്, ഹോൾഡിങ്സ്, റിപ്പോർട്ട്സ് സെക്ഷൻ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയേഴ്സിൻ്റെ മറ്റ് ടൂൾസും മറ്റ് പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ അക്കൗണ്ട് സെക്ഷനിൽ കാണിക്കുന്നത്. അപ്പോൾ അതത്ര അതിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സേവ്ഡ് ചാർട്ട്സ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സേവ്ഡ് ചാർട്ട് സെക്ഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ചാർട്ട് എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചാർട്ട് സേവ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടു, നിങ്ങൾ ആ പാറ്റേൺ വരച്ചിട്ടു. എന്നിട്ട് നിങ്ങൾക്കിത് സേവ് ചെയ്യണം. നിങ്ങൾക്കിത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് സേവ് ചെയ്തിടണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യാമറ ബട്ടണിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ബോക്സ് വരും. അപ്പോൾ ഈ ബോക്സിൽ നിങ്ങൾ ഈ സേവ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇമേജ് സേവ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതെവിടെയാണ് സേവ് ആയി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ വീണ്ടും ചാർട്ട് എടുത്ത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് സേവ്ഡ് ചാർട്ട് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ചാർട്ടുകളും ഇവിടെ കാണിക്കും. ഇപ്പം ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ച ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതെനിക്ക് വീണ്ടും ഫ്യൂച്ചറിൽ എനിക്ക് നോക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നോക്കാം. എനിക്ക് സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അതുമാതിരി തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കൊരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ആ ട്രേഡ് വർക്ക് ആവില്ലയോ, അല്ലെങ്കിൽ ആ പാറ്റേണിൻ്റെ വാലിഡിറ്റി അറിയാനായിട്ട് നമുക്ക് അത് സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഫ്യൂച്ചർ റെഫറൻസിന്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് ഒരു ചാർട്ട് സേവ് ചെയ്ത് വെക്കുന്നതിൽ. അപ്പോൾ ആ യൂസസിൽ നിങ്ങൾക്ക് ചാർട്ട് സേവ് ചെയ്ത് വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. സേവ്ഡ് ചാർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത് ഈ ക്യാമറ ഐക്കൺ യൂസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്ന എല്ലാ ചാർട്ട്സും ഇവിടെ കാണിക്കും. അപ്പോൾ ഞാനിവിടെ 2 സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ 2 ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്കതിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ, ഒരെണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറേ യൂസസ് ഈ സേവ്ഡ് ചാർട്ട് സെക്ഷനിലുണ്ട്. പിന്നെ അതുമാതിരി ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ പോലെ തന്നെയാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ സിമിലർ ആയിട്ടുള്ള ടൂൾസാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കുന്നില്ല. അത് ആ ട്രേഡിംഗ് വ്യൂവിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇനി അതുമാതിരി ഈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ട്രേഡിംഗ് വ്യൂവിൽ ഉള്ളത് തന്നെയാണ്. നിങ്ങൾ കണ്ടോ, ഇത് വാച്ച് ലിസ്റ്റ് സെക്ഷനാണ്. അതുമാതിരി തന്നെ ഇതെന്ന് പറയുന്നത് ഡാറ്റ വിൻഡോ, നമ്മുടെ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഇതെന്ന് പറയുന്ന ഒബ്ജക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാർട്ടിൽ വരച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്ററുകൾ, അതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡ് ലൈൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ പോകും. ഇത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വേറെ വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈൻസ് പോകും. ഇനി ഈ വോളിയം ഇത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വോളിയം ബാർ പോകും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒബ്ജക്ടറിയിൽ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡെപ്ത് ഓഫ് മാർക്കറ്റ് എന്നാണ്. അതുമാതിരി തന്നെ ഓർഡർ ട്രീ എന്നും അങ്ങനെ പല പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫയേഴ്സ് ഇതിനെ വിളിക്കുന്ന പേര് ഡെപ്ത് ഓഫ് മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലൈവ് മാർക്കറ്റ് ഇല്ല. ലൈവ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റം വരുന്നത് കാണിക്കും. അപ്പോൾ ഇവിടെ ലൈവ് മാർക്കറ്റ് ഇല്ല. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു എൻട്രി എടുക്കണം, ഇൻട്രാഡേയിൽ ഒരു എൻട്രി എടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ട എക്സാക്റ്റ് സ്ട്രൈക്ക് പ്രൈസ് എനിക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഒരു 97.7 ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. ബൈ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ബോക്സ് ഓപ്പൺ ആയി വരും. ഇനി എനിക്ക് അതുമാതിരി സെൽ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ സെൽ ഓർഡറും എനിക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ലൈവ് ചാർട്ട് ഇല്ലാത്തതുകൊണ്ട്, ഞാൻ സാറ്റർഡേ ആണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കുറേ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ലൈവ് മാർക്കറ്റിൽ ഇവിടെ നടക്കുന്ന ഓർഡറുകളുടെ എണ്ണം, ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ കാണിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ്. ഈ യൂട്യൂബ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ചാർട്ടും ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ടത് ഫയേഴ്സിൻ്റെ പഴയ മോഡലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറ്റം വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഡെപ്ത് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷനിൽ കണ്ടില്ലേ,
ഈ 310.9 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൽ 1805 ഓർഡറുകൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കാം. അതുമാതിരി തന്നെ ഇവിടെ കണ്ട ഓർഡറിൻ്റെ നമ്പറാണ് കാണിക്കുന്നത്. 1.9K ഓർഡേഴ്സാണ് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലുണ്ടെന്ന് കാണിക്കുന്നത്. അതുമാതിരി ബൈ ഓർഡറുകൾ കേട്ടോ. അതുമാതിരി തന്നെ ഈ ഒരു ഇവിടെ 311.3 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൽ ഇത്രയധികം സെൽ ഓർഡറുകൾ 13,000 സെൽ ഓർഡറുകൾ വന്നിട്ടുണ്ട്. അതുമാതിരി 311.05 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൽ 3,000 സെൽ ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അതുമാതിരി തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബൈ 2 മാർക്കറ്റ് സെൽ 2 മാർക്കറ്റ്. അത് നമ്മൾ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഇടാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ചാർട്ടിൽ കാണാനായിട്ട് പറ്റില്ല, കാരണം ഇന്ന് ട്രേഡിംഗ് ഇല്ല, ഇന്ന് ശനിയാഴ്ച ട്രേഡിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ബൈ 2 മാർക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേണ്ട സ്ട്രൈക്ക് പ്രൈസിൽ അവർ ഓർഡർ പ്ലേസ് ചെയ്യും. അതുമാതിരി നമ്മുടെ P&L നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ P&Lൻ്റെ അവിടെ നമ്മുടെ പ്രോഫിറ്റും ലോസും ലൈവായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഓർഡർ ട്രീ കൊണ്ട് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ട്രീ ബേസിക്കലി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആകും. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഓർഡർ ട്രീയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട സ്ട്രൈക്ക് പ്രൈസ് ക്വിക്കായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ബൈ വേണമെങ്കിൽ ബൈ, സെൽ വേണമെങ്കിൽ സെല്ല്. സെല്ല് ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ നമ്മുടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളിവിടെ സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുമാതിരി തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ബൈ മാർക്കറ്റ് സെൽ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ആവും. ഇനി ലിമിറ്റ് ഓർഡറിൽ പ്ലേസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ലിമിറ്റ് ഓർഡറൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ് ഈ ഡെപ്ത് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്ന സെക്ഷൻ. മിക്കവരും 5 മാർക്കറ്റ് ഡെപ്ത് അല്ലെങ്കിൽ 10 മാർക്കറ്റ് ഡെപ്ത് ഒക്കെ കാണിക്കുമ്പോൾ ഫയേഴ്സ് ഇവിടെ ഒരു കുന്ന് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് മാർക്കറ്റ് ഡെപ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡെപ്ത് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫൈനലായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വൈറ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാനായിട്ട് പറ്റും. ഡാർക്ക് മോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ യൂസർ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. യൂസർ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് തീം മാറ്റാം. ഡാർക്ക് മാറ്റണമെങ്കിൽ ഡാർക്ക്, ലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ്. ഇനി എക്സിറ്റ് പൊസിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി കോർപ്പറേറ്റ് ആക്ഷൻസ് കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഷോ ഹൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡാർക്ക് മോഡിൽ വേണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് മോഡ് ടോക്കി അടിച്ചാൽ ഡാർക്ക് മോഡിൽ യൂസ് ചെയ്യാം. ഞാൻ തിരിച്ച് ലൈറ്റ് മോഡിലേക്ക് മാറ്റുകയാണ്. ഇനി അതുമാതിരി അവസാനം കാണിക്കാനായിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് സെക്ഷനാണ്. ഡാഷ്ബോർഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻസ്, അതുമാതിരി തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സിൽ തന്നെ പല സെക്ഷൻ ഉണ്ട്. വർക്കിംഗ്, ഇൻആക്റ്റീവ്, ഫിൽഡർ, ക്യാൻസൽ, റിജക്റ്റഡ്, അപ്പോൾ ഇങ്ങനത്തെ കുറേ സെക്ഷൻസ് ഉണ്ട്. പിന്നെ അതുമാതിരി ഓൾ പൊസിഷൻസ്, ട്രേഡ്സ്, നമ്മുടെ ഹോൾഡിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡാഷ്ബോർഡിൽ കാണിക്കുന്നത്. ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ ഇനി മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് ഫുൾ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പ് ഔട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ചാർട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരു ഫുൾ സ്ക്രീനിലും കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും വലുതാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്ക്രീൻ ചാർട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ട്രേഡിംഗ് വ്യൂവിൽ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ ഇത് വെൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഫയേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് പ്ലാറ്റ്ഫോമും പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫയേഴ്സിൻ്റെ ആപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന വാച്ച് ലിസ്റ്റാണ്. കൂടുതൽ സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ക്ലിക്ക് ചെയ്ത് സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓവർവ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണം, കൂടുതൽ വാച്ച് ലിസ്റ്റുകൾ ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കൺ അമർത്തി അത് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുക, ബൈ സെല്ല്. അതുമാതിരി അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും, മാർക്കറ്റ് ഡെപ്ത് കിട്ടും. ഇതിപ്പോൾ ലൈവ് മാർക്കറ്റ് അല്ലാത്തതുകൊണ്ട് ഇത് എംപ്റ്റി ആണ്. ഇനി ഫ്യൂച്ചർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. ഇനി കോർപ്പറേറ്റ് ആക്ഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂസുകൾ, ഡിവിഡൻഡ് റിലേറ്റഡ് ന്യൂസുകൾ, മറ്റു കാര്യങ്ങൾ കിട്ടും. ഇനി ഇവിടെ അടിയിൽ റിസർച്ച്, ടെക്നിക്കൽ മീറ്റർ എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ഉണ്ട്. റിസർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. കണ്ടില്ലേ, ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാം. ഇത് ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡീറ്റെയിൽ സെക്ഷനിൽ കൊടുക്കുക. കണ്ടില്ലേ, സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ന്യൂസ്, ചാർട്ട്, അതുമാതിരി റേഷ്യോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ടെക്നിക്കൽ മീറ്ററിൽ പോയി കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റേ റിസർച്ച് ഫണ്ടമെൻ്റൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലിൽ പോയി കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ബൈ സെൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുക. ഇപ്പോൾ അടിയിൽ ഓർഡേഴ്സ്, അലേർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ ഓർഡറുകളൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ അവിടെ ഒന്നും കാണിക്കുന്നില്ല. എനിക്ക് ഇനി ഇവിടെ നിന്ന് ബൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെയും ബൈ ഉണ്ട്, സെല്ലുണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെയും ഉണ്ട്. ഇനിയിപ്പോൾ വേറൊരു ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഓർഡറിൻ്റെ സെക്ഷനാണ്. ഇവിടെ പെൻഡിങ്, എക്സിക്യൂട്ടഡ്, ബാസ്ക്കറ്റ്, അതർ ഓർഡർ, അപ്പോൾ അങ്ങനത്തെ ഓർഡറിൻ്റെ സെക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ പോർട്ട്ഫോളിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻസ് ഹോൾഡിങ്സ് ഒക്കെയാണ് കാണിക്കുക. ഇനി നെക്സ്റ്റ് ആപ്പ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് അലേർട്സ്, IPO, സപ്പോർട്ട് നോട്ടീസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നോട്ടീസ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇപ്പോൾ കാണിക്കും. കണ്ടില്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇനി അതുമാതിരി തന്നെ IPOസിൽ പോയാൽ നിങ്ങൾക്കറിയാം IPOന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇത് ഫയേഴ്സിൻ്റെ സപ്പോർട്ട് സെക്ഷനാണ്. പിന്നെ മൈ അക്കൗണ്ട് സെക്ഷൻ, പ്രൈസ് അലേർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇനി അതുമാതിരി തന്നെ ഇത് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനാണ്. പ്രൊഫൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ടൈപ്പ് ആയാലും പിന്നടിച്ച് കയറണോ പാറ്റേൺ അടിച്ച് കയറണോ അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഡാർക്ക് മോഡ് വേണോ ലൈറ്റ് മോഡ് വേണോ ആ വക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓർഡേഴ്സ് പ്രിഫറൻസ് കൊടുക്കാം. ഓർഡർ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും ഇതിലേക്കായിരിക്കും അവർ ഡിഫോൾട്ട് ചെയ്യുക. നിങ്ങൾ ഓർഡർ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെറ്റ് ചെയ്യാം. എപ്പോഴും ലിമിറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബയോ സെല്ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലിമിറ്റ് ഓർഡറിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുക, ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് വരും. ഇപ്പോൾ ഒരു സെക്കൻഡിൽ ലോഡാവും. കണ്ടില്ലേ, ഇതിപ്പോൾ ചാർട്ടാണ് കാണിക്കുന്നത്. ഇതും ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ചാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇനിയിപ്പോൾ അതുമാതിരി തന്നെ ഇവിടെ മുകളിൽ നിഫ്റ്റി ഇൻഡെക്സ്, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത് നോക്കാനായിട്ട് പറ്റും. നമുക്ക് തിരിച്ച് പോയി റിട്ടേൺ അടിച്ച് നോക്കണ്ട. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നമ്മൾ എപ്പോഴും നോക്കുന്നതായതുകൊണ്ട് അത് അവർ മുകളിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് ഫയേഴ്സിൻ്റെ ആപ്പ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കിത് പറ്റിയൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണോ, നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയാണോ എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ആ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.